ആക്ച്വലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതടിക്കുന്നത് കൊണ്ടോ ഇതടിക്കാത്തത് കൊണ്ടോ ചെയ്യുന്നതല്ല. ജയിലില് ഉണ്ടായിരുന്ന അന്നത്തെ ജയിൽ വാർഡൻ പുള്ളിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അവിടെ നിന്ന് പറയായിരുന്നു ആ ജയിൽ വാർഡൻ, ഇനിയിപ്പോ എന്ത് സാധനം അടിച്ചാലും ഓക്കെ എന്ന് പറ, കാര്യം പറ, നമുക്ക് അങ്ങനെയാവും. 50 എന്ത് ചെയ്യണം? 50 കഴിഞ്ഞ പിന്നെ ഷുഗർ ഡാഡി ആവാം. അപ്പൊ 60 അരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ കണ്ടത്. അയ്യോ ദൈവം, നമ്മുടെ നാട്ടിൽ ഇന്നും അരുത് അരുത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് പല ശീലങ്ങളിലേക്കും പിള്ളേര് പോകുന്നത്. അന്ന് വീട്ടിലും സെൻസർ ഉണ്ട്, സെൻസർ ബോർഡ് ഉണ്ട്. ഡാഡി മമ്മി കല്യാണം കഴിഞ്ഞിട്ട് കണ്ട പടാണ് വൈശാലി. അതുകൊണ്ട് നമ്മള് വൈശാലി വരുമ്പോഴൊക്കെ വൈശാലി കണ്ട, വൈശാലി കണ്ട. ഞാൻ ഈ ലൊക്കേഷനിൽ ഒരിക്കലേ നമ്മള് ഷൈന ഓർമ്മ അറിയില്ല, മഹാറാണി ലൊക്കേഷനിൽ ഒരു ദിവസം ഷൈനെ കാണാൻ എപ്പോഴും ആരെങ്കിലും ഒക്കെ വരുന്ന കൂട്ടത്തില് ഞാൻ വിചാരിച്ച ഏതെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് വന്നായിരുന്നു. അവര് വന്ന് ഷൈനും എന്നെ കൂടെ കൂട്ടിയിട്ട് ക്യാരവനിലേക്ക് പോയിട്ട് അവരെ പരിചയപ്പെടുത്തി തന്നു. അന്ന് ഇതേപോലെ ജയിലില് ഉണ്ടായിരുന്ന അന്നത്തെ സൂപ്രണ്ട് ജയിൽ വാർഡൻ ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും സൗഹൃദം. നമ്മള് എല്ലാവരും ആയിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ. അതിപ്പോ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്, സെല്ലിലുണ്ടായിരുന്നവരാണെങ്കിലും, ജയിൽ വാർഡന്മാരാണ്, സൂപ്രണ്ടാണെങ്കിലും, പോലീസുകാരാണെങ്കിലും, ഇവരെ ആരും നമ്മളോട് കരുതി കൂട്ടിയോ അല്ലെങ്കിൽ നമ്മൾ കരുതി കൂട്ടിയോ ഒന്നും നമ്മൾ ആരോടും ദ്രോഹം ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഒരു സീൻ ഉണ്ടാവുമ്പോൾ ആരെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോ നിങ്ങളിപ്പോ എൻ്റെ ആ സൈഡിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഈ സൈഡിൽ ഞാൻ ഇരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞും പിന്നൊരു സൗഹൃദത്തിലേക്കോ അല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ സൗഹൃദങ്ങളൊന്നുമല്ല. ഓരോരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ അവിടെയുള്ളവർ ഇങ്ങനെ കേട്ടറിഞ്ഞ് വരുന്നതാണ്. അതെ അതെ അതെ. പുള്ളിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അവിടെ നിന്ന് പറയായിരുന്നു ആ ജൽവാടൻ, അഭിനയിക്കണം എന്നുണ്ട്, ഫൈറ്റ് സീക്വൻസിൽ അഭിനയിക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞു ലൊക്കേഷനിലൊക്കെ പോവാ, ഞാൻ പരിചയപ്പെടുത്തി തരാം ഡയറക്ടറിനെ. നമ്മളല്ല ഇതൊന്നും സെലക്ട് ചെയ്യുന്നത്, ഡയറക്ടർമാരെ പരിചയപ്പെടുത്തി. എൻ്റെ അടുത്ത് ഒന്നും ചാൻസ് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ അതാ പറയാം, ആക്ടേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചാൻസ് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ തീരുമാനിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടറും പ്രൊഡക്ഷനും ഒക്കെയാ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയാം അവരെ പരിചയപ്പെടുത്തി തരാം. എനിക്കൊക്കെ അങ്ങനെ മെസ്സേജ് ചിലപ്പോൾ വരും. ഞാൻ സംഗീതം ചെയ്യും, അതിന് ഞാൻ പറയും ഞാൻ മ്യൂസിക് ഡയറക്ടർ പോലും കണ്ടിട്ടില്ല ഈ പടത്തില്. കാരണം നമ്മൾ ഏറ്റവും അവസാനം വരുന്നവരാണ് അവിടേക്ക് പലപ്പോഴും അല്ലേ. ഒരു പ്രൊജക്റ്റ് ആയി നമ്മൾ വേണോ വേണ്ടയോ, നമ്മൾ നിൽക്കണോ പോണോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതാണ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അഭിനയം ശരിയായില്ലേ എന്നൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം തന്നെ കഴിക്കാതിരിക്കുള്ളൂ. നിൽക്കണോ പോണോ, അതെ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, റൂം കിട്ടുമോ. തെലുങ്കിലൊക്കെ പോയപ്പോ എനിക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു. ബാലയ്യയുടെ പടത്തിൽ തന്നെ ഫസ്റ്റ് ദിവസം എല്ലാ പ്രാവശ്യം ഈ തെലുങ്ക് പടത്തിൽ ആ ഫസ്റ്റ് ദിവസം എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഡയലോഗുള്ള സീനായിരിക്കും. ദസറയിലും ആ ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസില്ലേ, കീർത്തി സുരേഷിന്റെ സംസാരിക്കും, അതാണ് ഫസ്റ്റ് ദിവസം എടുത്തത്. കാരണം ഇവര് ചെക്ക് ചെയ്യാനാ, ഇത് പറയാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ പോവാം. എനിക്കത് അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തെലുങ്കൊന്നും പറയാറില്ല, പക്ഷെ പഠിച്ചു പറയുന്നേ ആ സമയത്ത് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സമ്മതിക്കില്ല. കുറച്ച് വൈറ്റ് ഷോട്ടിലൊക്കെ ഇവര് മലയാളം പറഞ്ഞോ, തെലുങ്ക് പറഞ്ഞോ, ഇംഗ്ലീഷ് പറഞ്ഞോ, തമിഴ് പറഞ്ഞോ എന്നൊക്കെ പറയും. പക്ഷെ ലിപ്പിൽ വരുമ്പോൾ ആട് നിൽക്കും സൂര്യ കാണിച്ച് പെള്ളിജസിനെ പുരുളനെ രാത്രി ചീരച്ചൂടത്തുള്ളനെ കൊബ്ബ പറയാമോ. ഞാൻ ആദ്യമായിട്ട് പഠിച്ചിട്ടാലോ, പിന്നെ ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല. അത് നമുക്ക് പറഞ്ഞ പോലെയാണ്. നമ്മൾ ഈ ആക്ഷനും കേട്ടതിനിടയ്ക്ക് നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരും അവിടെ രക്ഷിക്കാനില്ല. അവിടെ പ്രൊമോട്ട് ചെയ്തുതരാം, കുഴപ്പമില്ല, എന്താണെങ്കിൽ പറഞ്ഞു നമുക്ക്. ദൈവം പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കും നമ്മുടെ അടുത്ത്. പിന്നെ ഈ ബാലയുടെ പടത്തിലും എനിക്ക് ഫസ്റ്റ് അതുകൊണ്ട് റെഡി ആവണില്ല. കാരണം അത് കുറച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ച് ഇളകി കളിക്കേണ്ട സീന എന്നാ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കാണെങ്കിൽ തീരെ പറഞ്ഞിട്ട് കിട്ടണമില്ല. ബാലയുമാണ്, ബാലയനായിട്ട് കെട്ടിപ്പിടിച്ചിട്ടുള്ള സീക്വൻസും ഉച്ചയായി പറഞ്ഞു ശരിയാവുന്നില്ല. ഇഫ് ഇറ്റ് നോട്ട് ഓക്കെ യു ക്യാൻ എന്നെ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ഞാൻ പോവാം. ഇവിടെ ഡയറക്ടർ ഓക്കെയാണ്, ഇത് മതി. അപ്പം ഞാൻ പറഞ്ഞു ഡയലോഗ് ഭാഷ അതൊന്നും പ്രശ്നമില്ല, എന്താ തമിഴില്ല മലയാളത്തിൽ എന്താ വേണമെങ്കിൽ പറയുമോ. കാരണം നമ്മൾ ഈ തെലുങ്കിൽ പറയണത് തന്നെയല്ലേ മലയാളത്തിലും ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെ ഡബ് ചെയ്യണത്. അപ്പൊ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. ഇനി ഏത് ഭാഷയിലുള്ള പടമാണെങ്കിലും മലയാളത്തിലേക്കും ഡബ് ചെയ്യണ്ടല്ലോ, അത് മമ്മി വരെ. അയ്യോ അല്ലേ. അപ്പൊ ശരിക്കും മലയാളം തന്നെ പറയണ പോലെ ഇല്ല ഇംഗ്ലീഷ് ഡയലോഗ്സ്. അപ്പൊ അവര് ഭയങ്കര ഫ്ലെക്സിബിൾ ആ കാര്യത്തില്. നമ്മളിനി എന്ത് പറഞ്ഞാലും പിന്നെ ആ ഒരു ലിപ്പ് അങ്ങനെ വന്നാൽ മതി, ആ ടൈമിങ് കറക്റ്റ് ചെയ്യണം. പിന്നെ എക്സ്പ്രഷൻ ആണ് അവർക്ക് വേണ്ടത്. സത്യത്തിലേ ഇന്നത്തെ കാലത്ത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് കാലം കഴിയുന്നത് ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കാര്യം,
എത്ര വർഷമായി വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ 9 വർഷത്തോളം അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടാ. അതെ 2002 മുതല്. എല്ലാ ഇതിനിപ്പോ കുടുംബം നോക്കേണ്ടവനല്ലേ. ഇനിയിപ്പോ അവൻ പടവും ചെയ്യണില്ല. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ജോലിക്കായിട്ട് വിടാം എന്നുള്ള രീതിയിൽ എന്നെ അമ്മാവൻ്റെ കൂടെ ഇൻഷുറൻസ് LIC ആയിരുന്നു, യൂണിറ്റ് ട്രസ്റ്റ്. അമ്മാവനെ സഹായിക്കാൻ അമ്മാവൻ്റെ ക്ലയൻസിൻ്റെ ബിൽസൊക്കെ പോയി തൃശ്ശൂർ കൊണ്ടുപോയി അടയ്ക്കുക. പിന്നെ വേറെ മേമയുടെ പേപ്പറിൻ്റെ കൂടെ സ്കൂൾ ലാബിൽ +2 ലാബുകളിലൊക്കെ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു, അതിന് അസിസ്റ്റൻ്റ് ചെയ്ത് പോവുക. അങ്ങനെ എല്ലാവരും കൂടെ വിട്ടാലും ഞാൻ പോവും. പക്ഷെ അന്നത്തെ കാലത്തെ ഒരു സാഹചര്യമായിട്ട് ഇന്നത്തെ കാലത്ത് ഇന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് 2 ഫോട്ടോ എങ്കിലും ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിൽ ഇടാം. അന്ന് നമുക്ക് അതുപോലും വെച്ച് ഒരു പടം വർക്ക് ചെയ്ത് 2 പടം വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ ഒരു ലൊക്കേഷൻ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മുടെ മുഖം എങ്ങനെ കാണിച്ചാലേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു സ്ഥലമില്ല സിനിമയിലാണെന്ന് പറയാൻ അല്ലേ. അവിടെ നിന്നാണ് ഇന്ന് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒറ്റ കോളുമേല് സിനിമ ആക്സസിബിൾ ആയി അല്ലേ ഈ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാ റീൽസുകളിലൂടെയും. പക്ഷെ അതേപോലെ തന്നെ അത്രയും ആൾക്കാരും വീഴുന്നുണ്ട്. അന്ന് ഇപ്പൊ ലാലേട്ടൻ ഒരു ഫോട്ടോ കൂട്ടുകാരെ അയച്ചു കൊടുത്തു, അങ്ങനെയാണ് അതിലേക്ക് കയറിയെന്ന് പറഞ്ഞില്ലേ. അതേപോലെ നമ്മൾ ഫോട്ടോ ഒക്കെ ഇടയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും. അത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കട്ട് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവല്ലോ 10ാം ക്ലാസ്സില്, ആ ഫോട്ടോ ഒക്കെയാണ്. സ്വന്തം വെട്ടിവെട്ടിക്കലാണ്. അതിന് വേണ്ടി ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ എന്തെന്ന് കൊണ്ട് ഫോട്ടോ എടുക്കുക. പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫറോട് ഇത്ര ആക്സസ് ഇല്ല. അന്ന് ഫിലിമാണ്, ഒരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ പ്രത്യേകിച്ച് സിംഗിളൊക്കെ സൈസ് ഫോട്ടോ മാത്രമാണ് പുറത്ത് പോയിട്ട് എടുക്കുന്നത് അല്ലേ. നമുക്ക് എന്തൊരു സാഹചര്യത്തിൽ നിന്നല്ലേ കാര്യങ്ങൾ മാറുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു 10-15 വർഷം മുമ്പത്തെ കാര്യമാണ് അല്ലെ. 20-15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് 43, അന്നൊരു 15 വർഷം, 15, 43, 40, 15 വർഷം എത്ര 25 വർഷം ഇങ്ങനെ മുന്നുണ്ട്. ഇനി നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് സിനിമയിൽ അഭിനയിക്കണം, സിനിമ നടനാവണം. ഇപ്പോൾ നമ്മൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു ആംഗിളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അസോസിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ സഹസംവിധായകനായി എന്ന് പറയുന്നൊരു ലൈൻ നമ്മളിൽ ഷാർപ്പായിട്ട് 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എപ്പോഴെങ്കിലും എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണം ഇല്ല, ഒരിക്കലും തോന്നിയില്ല. ഇല്ല, തോന്നാൻ ചാൻസും ഇല്ല. കാരണം ഈ 9 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടർ ആവാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നമ്മൾ മനഃപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. അത് വേറെ ഒന്നും ഇല്ല ലൈഫിൽ നമുക്ക് നേടാനും ആവാനും. അല്ലെങ്കിൽ വേറെ എന്ത് ലോകത്ത് എവിടെ പോയാലും നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അത് നമുക്ക് സിനിമാ തിയേറ്ററുകളിൽ പണ്ട് സിനിമ കാണാൻ ചെന്നിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്ര ശ്രദ്ധ വേറെ എവിടെ ചെന്നിരുന്നാലും ഉണ്ടായിട്ടില്ല. പിന്നെ പെൺകുട്ടികളെ നോക്കുമ്പോഴും അല്ലെങ്കിൽ പെൺകുട്ടികളെ കാണുമ്പോഴും ആണ് പിന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഫിസിക്കലി നമ്മുടെ ഉണ്ടാവുന്ന ഒരു സംഭവമാണെങ്കിലും മാനസികമായിട്ടുണ്ടാവുന്നത് തിയേറ്ററിൽ നിന്നാലാണ്. വേറെ എവിടെയും ശ്രദ്ധിക്കാതെ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അടുത്തിരിക്കുന്ന ആരാണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണല്ലോ പ്രേതപടം നമ്മൾ കൂട്ടായിരുന്നു കാണുമ്പോൾ പേടിക്കണത്. ജയറാമും പ്രേമനസീറും ഒക്കെ ആയിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നില്ലേ, ശോഭന ലാസ്റ്റ് കുറെ പാട്ടുകളൊക്കെ ഉള്ളൊരു പടം ദേവി. ലാസ്റ്റ് ശോഭനനെ കാണാതെ ജയറാം ഇങ്ങനെ അന്വേഷിച്ച് ശോഭന ഒരു കൽപ്പടവിൽ ഇങ്ങനെ ഇരിക്കണത്. ധ്വനി അല്ലേ, ധ്വനി എന്ന് പറഞ്ഞത് അന്ന് ഞാൻ വളരെ ചെറിയ കുട്ടിയെ, ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ ആയി. ചേട്ടന്മാരെ കൂടെ പോവുക. ചേട്ടന്മാർ അന്ന് ലവ് ടൈമാണല്ലോ. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ചേട്ടൻ്റെ മക്കൾ 2 ചേട്ടന്മാരുണ്ട് അപ്പന്. അവരായിട്ട് എന്നെ ധ്വനി കാണാൻ വിട്ടു. അപ്പൊ ഞാൻ കാണാതിരിക്കുമ്പോൾ നമ്മൾക്ക് മോഹൻലാലും ഇല്ല, മമ്മൂട്ടിയും ഇല്ല, ഇടിയും ഇല്ല, ഓട്ടം ചാട്ടം ബഹളവും ഇല്ല. പക്ഷെ നമ്മൾ പടം തുടങ്ങി അതിൽ ലോക്കായി പോവുകയാണ്. ലാസ്റ്റ് ശോഭനെ കാണാതെ ചേരാൻ അന്വേഷിച്ച് ലാസ്റ്റ് ഒരു കൽപ്പടവിലിരിക്കണം. അപ്പൊ തിയേറ്ററിൽ മൊത്തം ഒരു ആശ്വാസമാണ്. ചേരാൻ മെല്ലെ വന്നു പോസാണ്, ഇനി വിളിക്കണം ദേവിന്ന്. അപ്പൊ ചേരാൻ മൊട്ടം വിളിക്കണില്ല. അപ്പൊ ഞാൻ വിളിച്ചു ദേവി. അത് കഴിഞ്ഞാൽ ചേരാൻ വിളിക്കണം ദേവി. അപ്പൊ തിയേറ്ററിൽ മൊത്തം ചിരിയ. അപ്പൊ ചേട്ടന്മാർ മിണ്ടായിരിക്കണം. അപ്പൊ അത്രയും നമ്മൾ അതിൽ മുഴുകിയിരിക്കുകയാണ്. അത്രയും അതൊരു സീരിയസ് പടമാണ്. ചെറിയ കുട്ടീനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ലവും പരിപാടികളൊക്കെ ആയിട്ട്. കാരണം നമുക്ക് വിഷ്വൽ അവിടെ കിടക്കാം, താളവട്ടം, ചിത്രം, അതിന് കുമാർ എന്നെ പാടിയത്. പക്ഷെ പുള്ളി ഒന്ന് നേരിട്ടെന്ന് പാടുമ്പോഴും നമുക്കത് തൃപ്തി വരുന്നില്ല. അതിൽ ലാലേട്ടൻ പാടിയ പാട്ടാണ് ഇങ്ങനെ നിന്നത് പാടാൻ നിൽക്കണം ചെറുപ്പത്തിലത്തെ കേട്ടാ. അങ്ങനെ ലാലേട്ടനല്ലാത്ത പല പാട്ടുകളും ഞാൻ റേഡിയോയിൽ കേൾക്കുമ്പോൾ
ഇത് ലാലേട്ടനായിരിക്കും എന്ന് തോന്നിച്ചിട്ടുണ്ട്. അഞ്ജലി കുമാർ വേറെ നടന്മാർക്ക് വേണ്ടി പാടിയത്. അതെ അതെ. പിന്നീട് അതിന്റെ വീഡിയോ കാണുമ്പോഴോ ഇത് ലാലേട്ടനല്ലേ. അന്ന് അതുപോലെ നമ്മൾ ഈ വിഷ്വൽ ഇല്ലാതെ ശബ്ദരേഖ കേൾക്കും മുഴുവൻ സിനിമയുടെ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കിങ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഞാൻ സിനിമ മണിച്ചിത്രത്താഴ് മണിച്ചിത്രമാണ് ഞാൻ അങ്ങനെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ സണ്ണി അമ്പട കേമാ ആ സമയം നമ്മളേക്കാണ് ശബ്ദരേഖയൊക്കെ ഇറങ്ങി തുടങ്ങിയത്. അതിനു മുന്നേ പാട്ടുകൾ കേൾക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഈ കിങ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് വിഷ്വൽ ഇല്ലല്ലോ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഡയലോഗാണ്. അതിനുശേഷമാണ് നമ്മൾ സിനിമ കാണുന്നത്. എനിക്ക് കാരണം അന്ന് നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ ഓപ്ഷൻ ഇല്ലല്ലോ. സിനിമ കണ്ടിട്ട് ആണ് നമ്മളവിടേക്കൊക്കെ ശബ്ദരേഖകളൊക്കെ എത്തിയിരുന്നത്. കാരണം ഞാൻ പൊന്നാനിയിലായതുകൊണ്ടും കിങ് ഒക്കെ റിലീസിന് തന്നെ റിലീസ് കിട്ടിയ സിനിമകളാണ്. അന്ന് വൈഡായിട്ട് റിലീസ് ചെയ്ത പടമാണ് കിങ് ഒക്കെ. അപ്പൊ ഈ ബി ക്ലാസ് തിയേറ്ററുകളിലും സി ക്ലാസ് തിയേറ്ററുകളിലൊക്കെ ബി ക്ലാസ് തിയേറ്ററുകളിലും റിലീസ് ആകുമ്പോഴാണ് അനുവദിക്കുമ്പോഴാണ് നമ്മുടെ അവിടെയും റിലീസ് ആവുന്നത്. അപ്പൊ റിലീസ് സമയത്ത് തന്നെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ ഒരു റിലീസ് ഉണ്ടാവുക, പിന്നെ അത് കഴിഞ്ഞാൽ തിരൂര് ഒരു റിലീസ്, കോഴിക്കോട് ഒരു റിലീസ്, പിന്നെ പൊന്നാനിയൊക്കെ സെക്കൻഡ് അടുത്ത ചേഞ്ച് ആവില്ല. അപ്പൊ കിങ് ഒക്കെ പക്ഷെ അന്ന് തന്നെ ഭയങ്കര ഹിറ്റായിട്ട് അന്ന് അക്ബർ ട്രാവൽസ്, ബെൻസി ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് പടങ്ങളൊക്കെ ചെയ്യുന്നു. അക്ബർ ട്രാവൽസ് അവരുടെ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഷോ വെച്ചിട്ടുണ്ട് അന്ന് വസന്ത തിയേറ്ററിൽ. അങ്ങനെയൊക്കെ നമ്മൾ കരന്യൂസ് കേട്ടിട്ടുണ്ട്. ഈ ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അത് കേട്ടിട്ടില്ലേ? വേൾഡ് കപ്പ് എടുത്ത സമയത്ത് എടാ ശ്രീലങ്കയിലെ ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിംഗ് വെച്ചിട്ട് അതാണ് തൊട്ടാ 6 പോണോ. അല്ലാതെ അയാൾ കളിക്കുന്നൊന്നുമല്ല. അന്ന് വേൾഡ് കപ്പ് എടുത്തില്ലേ 1996 അന്ന് ജയസൂര്യ തൊട്ട 6 ആയിരുന്നല്ലോ. നമ്മൾ ഉറപ്പാ, കാരണം ബാറ്റ് താഴെട്ടപ്പോ ചാടുണ്ടായിരുന്നു. പിന്നെ സിദ്ധു ബാറ്റായിട്ട് തലക്കടിച്ചു പോകുന്നത്. ഇതൊക്കെ അറിയാന്നറിയില്ല. നമ്മുടെ നാട്ടില് നമ്മുടെ സ്കൂളില് പിള്ളേര് പറഞ്ഞിരുന്ന കഥയായിട്ടാ. അല്ല ഇതൊക്കെ നമുക്ക് വിശ്വസനീയമായിരുന്നു അല്ലേ? എല്ലാം നമ്മൾ ക്ലാസ്സിൽ നിന്നാണ് കേൾക്കണം. അത് പറഞ്ഞിട്ട് ഇന്ന് സ്വർഗം കാണുന്ന പരിപാടി അടക്കം അത് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ വരച്ച് സ്വർഗം കാണുന്നു. ഇങ്ങനെ ഓരോരുത്തന്മാർ കൊണ്ടുവരുന്ന പരിപാടികൾ ഓരോ ദിവസം രാവിലെ നമ്മളിതെല്ലാം ചെയ്യാനും വരച്ചരച്ച് ഇവിടെ അങ്ങനെ വീർക്കും. അത് ഈ ഇവിടെ മർമ്മാണല്ലോ തൃക്കണ്ണെന്ന് പറയുന്ന സ്ഥലം. സ്വർഗം കാണാതിരിക്കോ? വരച്ച് പിന്നെ തുപ്പെല്ലാം കൊണ്ട് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ മൂത്രം മണക്കുന്നു സ്കിന്നില്. ചെയ്തിട്ടില്ല ഇതൊന്നും? നിങ്ങൾ ഏത് സ്കൂളിൽ? മലപ്പുറം ഭാഗത്ത് ആയതിന്റെ കുറച്ച് കുഴപ്പമുണ്ടോ? നമ്മളല്ല, കുറച്ചൊന്നല്ല, കുറച്ച് വില്ലന്മാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മളെ പലപ്പോഴും പല സമയങ്ങളിലും പല സിറ്റുവേഷനിലും മയിൽപ്പീലി വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടണത് അല്ലേ? അങ്ങനെയൊക്കെ കുറെ സാധനങ്ങള്. പക്ഷെ എന്ത് ചെയ്യുമ്പോ തന്നെ ഇറക്കിയാലും പെൺകുട്ടികളെ കാണുമ്പോൾ നമ്മൾ സൈലന്റ് ആകത്തോ. ഒരു പെൺകുട്ടി നമുക്ക് ഇഷ്ടമുള്ള പെൺകുട്ടി അടക്കം ഒരു കോറിഡോറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വൈക്കോടെ പോകാൻ പേടിയാ. ഇപ്പൊ പെൺകുട്ടികളുടെ കൂട്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ തിരിഞ്ഞു പോകും. കാസറ്റ്, അത് കഴിഞ്ഞൊരു CD അല്ലേ, പിന്നെ USB ആയി. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് പാട്ട് കേൾക്കല്ലേ? ബാക്കിയുള്ള മേഖലകളിലേക്കൊക്കെ കിടക്കുന്നതും. അതെ VCR, VCP. ഈ VCR VCP നമ്മൾ ഡിഫറെന്റ് ഉണ്ടായിരുന്നു. VCR എന്ന് പറയുന്നത് റെക്കോർഡിംഗ് കൂടെ ചെയ്യാൻ പറ്റും. VCR VCP പ്ലേ മാത്രമേ ഉള്ളൂ. റെക്കോർഡും കൂടെ ചെയ്യാം. അതായത് ടിവിക്കകത്ത് നമ്മളിപ്പോൾ ക്രിക്കറ്റ് നടക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു പ്ലെയിൻ ഇതിട്ടിട്ട് അതിനകത്ത് ഏതോ ഒരെണ്ണം അങ്ങനെയാണ്. VCR VCP ആണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പൊ അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഓണത്തിനാണ് എടുക്കുക VCR, ലോഡ് കാസറ്റ് അങ്ങോട്ട് എടുക്കും. അന്ന് നമ്മൾ കാസറ്റ് ഇങ്ങനെ എല്ലാവരും കൂടി ഇതിട്ടിട്ട് പിരിവിട്ടിട്ട് സിനിമ കാണും. നമ്മൾ വീട്ടിലുള്ള അമ്മയുടെ അനിയത്തി വരുമ്പോൾ ഇന്ന് VCR എടുക്കാം, നമുക്ക് VCR TV കൂടി എടുക്കാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിൽ VCR കണക്ട് ആവില്ല. അതെ, ഈ ഡൈനോറി ആയിരുന്നു അതും നമ്മുടെ ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഡാഡി ഈ കാർഡ്ബോർഡ് പെട്ടിയിൽ വെച്ചിട്ട് ഒരു ദിവസം കൊണ്ടുവന്നതാണ്. അവർ കളർ TV വാങ്ങിയപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക്. അപ്പോൾ പക്ഷെ VCR കണക്ട് ആവില്ല. അതിൽ കളർ TVയിലെ VCR കണക്ട് ആവുള്ളൂ. അപ്പൊ നമ്മൾ TVയും VCRും കൂടി എടുക്കണം. പിന്നെ 10 കാസറ്റും 10 ദിവസം അല്ല അവധി. അപ്പൊ അന്നൊക്കെ നമ്മൾ കാണാത്ത പടങ്ങൾ നോക്കിയിട്ട് എടുക്കുമ്പോൾ ബാബൻ ആൻഡ് ഒരു സീരീസ് തന്നെ കാണാം. ചന്ത, കടൽ ഓട് പടങ്ങള്, ഇതൊക്കെ നമ്മൾ മിസ്സാകുന്ന പടങ്ങൾ തിയേറ്ററിൽ. അപ്പൊ അതിന്റെ കാസറ്റുകളൊക്കെ കൊടുക്കും. ബാക്കിയൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഫംഗസ് ആവും. നമ്മളിങ്ങനെ കണ്ട് നല്ല രസം നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഫംഗസ് ആയി പോകും. പിന്നെ ഇടയിൽ നമ്മൾ മാന്ത്രിക കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് കാസറ്റ് എടുക്കും. നമ്മൾ വിഷയത്തിൽ വൈശാലി എടുക്കാൻ കാണാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അത് നമ്മൾ അവരെ അറിയാതെ കണ്ട പട. അന്ന് വീട്ടിലും സെൻസർ ഉണ്ട്.
സെൻസർ ബോർഡ് ഉണ്ട് അല്ലേ? ഡാഡിയും മമ്മിയും കല്യാണം കഴിഞ്ഞിട്ട് കണ്ട പടമാണ് വൈശാലി. അതുകൊണ്ട് നമ്മളെ ഐശാലി വരുമ്പോഴൊക്കെ വൈശാലി കണ്ട വൈശാലി എന്താ കണ്ട. ഇവരില്ലാത്ത സമയത്ത് വൈശാലി ടി വിയിൽ വരണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കറക്റ്റ് വൈശാലി വരും, അന്ന് കറക്റ്റ് എന്തെങ്കിലും സീൻ വരണ സമയത്തേക്ക് ഇവര് വരികയും ചെയ്യും. വൈശാലി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു. അതിന് ശേഷം വൈശാലി കണ്ടു, കാമസൂത്രം കണ്ടു, മീരാ നായരുടെ കാമസൂത്രം കണ്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഈസ് പടാന്ന് വിചാരിച്ച് കാണാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയൊരു അക്കാഡമിക് വിന്നറാ. അതെ, ഏത് പ്രൊജക്ട് ഡിസൈനിങ്. അതെ അതെ. പക്ഷെ അന്ന് നമ്മളോട് നമ്മുടെ ചുറ്റുപാടുള്ളവർ പറഞ്ഞിരുന്നത് ഇത് വേറെന്തോ ടൈപ്പ് സിനിമയാണെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുക. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ സിനിമ നമ്മൾ കാണില്ല. അരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ കണ്ടത്. അയ്യോ ദൈവം, നമ്മുടെ നാട്ടിൽ ഇന്നും അരുത് അരുത് എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് പല ശീലങ്ങളിലേക്കും പിള്ളേർ പോകുന്നത്. പാടില്ല പാടില്ല. അത് എന്ന് മുതൽ തുടങ്ങി അരുതാന്നറിയോ? ഏതൻ തോട്ടത്തിൽ ഈ പഴം തിന്നരുത്, അത് മാത്രം തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം പറഞ്ഞു. ഇഷ്ടം പോലെ വേറെ സാധനങ്ങൾ അപ്പുറത്തുണ്ട്. അപ്പം ഈ അരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യല്ലേ ഉള്ളൂ. അത് ഇന്നത്തെ പക്വതയുള്ള ആളുകൾ അങ്ങനെ തന്നെ വീണ്ടും തുടരുക. അല്ലെങ്കിൽ ഇത് അങ്ങനെ വിട്ടാൽ മതി. പല കാര്യങ്ങളും ചർച്ച ചെയ്യുകൂടി വേണ്ട, കൂട്ടം കൂടി ഇരുന്നിട്ട്. ഇത് ചർച്ച ചെയ്യുമ്പോൾ പിള്ളേർ അതിൽ കൂടെ പോകുമ്പോൾ ഇതിൽ കൂടെ പോകുമെന്ന് വിചാരിച്ചോട്ടെ. പിള്ളേർ ഇതൊക്കെ നോട്ട് ചെയ്യും. എന്തൊക്കെ പാടില്ല, എന്തൊക്കെ അരുതെന്ന് പറഞ്ഞാൽ അവരൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ബക്കറ്റ് ലിസ്റ്റ് എന്നാ പറയാ അവരുടെ, അല്ലേ? അതായത് നമ്മൾ ബക്കറ്റിലേക്ക് എടുത്തുന്ന ഈ ലിസ്റ്റ് അവരങ്ങ് എടുക്കും. അതിനെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് അതുകൊണ്ടാണ് പറയണത്. അതെ, അവരതാണ് അവരുടെ ടാർഗറ്റ്. അല്ലാതെ മേശപ്പുറത്തിരിക്കുന്ന ലിസ്റ്റ് നിങ്ങൾ എടുത്തോ, ബക്കറ്റിലിരുന്ന ലിസ്റ്റ് നമ്മൾ എടുത്തു. അല്ല, അങ്ങനെയായി തുടർന്നാലേ അത് ആവാതിരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ലോലന്മാരായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണു പോകാം. പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും കമ്പാനിയൻഷിപ്പിന്റെ ആവശ്യമില്ല. പക്ഷെ കമ്പാനിയൻഷിപ്പിന്റെ ആവശ്യമുള്ളവർ മാത്രമേ ചെയ്യൂ. തീർച്ചയായിട്ടും. എല്ലാ ബിസ്ക്കറ്റുകളും ഒട്ടിപ്പല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഭയങ്കര രസകരമായ ഒരു കോൺവെർസേഷൻ ആയിരുന്നു നമ്മളെ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഷൈൻ്റെ ലൈഫിലെ ഷൈൻ എപ്പോഴും പറയുന്ന രീതികൾക്കെക്കാട്ടിലും കുറേ പോളിസികളുണ്ട് ലൈഫിൽ. അല്ലെങ്കിൽ കുറേ ഈ കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു LIC പോളിസിയിലാണല്ലോ നമ്മുടെ ലൈഫ് എല്ലാവരും, അല്ലേ? നമ്മൾ മരിച്ചു പോയി കിട്ടും. അപ്പോൾ പോളിസിയിൽ തന്നെ പിടിക്കാൻ വിചാരിച്ചു. നല്ല പോളിസിയായിട്ട് അത് എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ പോളിസികൾ. നമ്മൾ നമ്മുടേതായ പോളിസികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന പോളിസിനേക്കാളും നല്ലത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. എല്ലാവരും അത് നമ്മളെപ്പോഴും എല്ലാവരും പറയുന്നത് അനുസരിക്കാതെ ജീവിച്ചത് കാരണമാണ്. കുരുത്തക്കേട്, അനുസരണക്കേട് ഇതൊന്നൊക്കെയാണ് അതുണ്ടാവുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കറ നല്ലതാണ് ചിലവർക്ക്. ഇപ്പോൾ വൈൻ ടേസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇല്ലേ? അവരെ ജോലി രാവിലെ മുതൽ വൈൻ ടേസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർ രാവിലെ വൈൻ അടിച്ച് കിടക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ട അധ്യാപകൻ രാവിലെ ഒരു വൈൻ അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? അവൻ രാവിലെ വൈൻ അടിക്കുക, അത് ശരിയാ. പുള്ളി അടിക്കേണ്ട ആളല്ല. ഈ കലാകാരന്മാർ പണ്ട് മുതലേ പറയും, അവൻ കലാകാരൻ, അവൻ എന്തു ആവാലോ, ഇല്ലേ? വൈശു നമ്മൾ ഡോക്ടറെയും കാണിക്കണം, വക്കീലിനെയും കാണിക്കും, കള്ളനെയും പോലീസിനെയും പ്രതിഭാനിനെയും എല്ലാത്തിനെയും നമ്മളിലൂടെ കടക്കണം. നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരു മദ്യപാനിനെ കാണിക്കുന്നതിനായിട്ട് എളുപ്പമല്ലേ മദ്യപിച്ച് തുടങ്ങിയതിനു ശേഷം ഒരു മദ്യപാനിനെ കാണിക്കുന്നതിൽ? അതിൻ്റെ അർത്ഥം നമ്മൾ മദ്യപിക്കണം എന്നല്ല. മനസ്സിലായി. അറ്റ്ലീസ്റ്റ് അത് കാണുകയോ ആ കൂട്ടത്തിലിരിക്കുകയോ അതിന്റെ രീതികളെങ്കിലും അതിക്കുകയോ ചെയ്താലും നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ച് നമ്മൾ അതിനെ പ്രൊഡക്റ്റീവ് ആക്കുകയാണ്. നമ്മളിനി അത് ഒരു ഗ്ലാസ് മദ്യം അടിച്ചിട്ട് ഒരു ഗ്ലാസ് മദ്യം അടിച്ചവനെ പോലെ കാണിച്ചില്ലെങ്കിൽ അത് എത്തിക്സ് അല്ല. ഒരു ഗ്ലാസ് മദ്യം അടിച്ചിട്ട് അത് ഒരിക്കലും അതോട് സാദൃശ്യമല്ലാത്ത സാമ്യമല്ലാത്ത ഒരു റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് അൺഎത്തിക്സാണ്. അതെ. ഈ ബുള്ളറ്റ് കൊണ്ടിട്ട് പീരങ്കി കൊണ്ട എക്സ്പ്രഷൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പീരങ്കി കൊള്ളുമ്പോൾ പീരങ്കിയുടെ എക്സ്പ്രഷൻ തന്നെ ഇടണ്ടേ? അതിൻ്റെ അടുത്ത് നമ്മൾ ഇപ്പൊ കുത്തിക്കൊല്ലണ സീനാണ്. നീ ആരെങ്കിലും കുത്തേലിട്ടുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചെയ്യാൻ പറ്റുന്ന എല്ലാ വഴികളിലൂടെയും, അല്ല നടക്കാൻ പറ്റുന്ന എല്ലാ വഴികളിലൂടെയും, സഞ്ചരിക്കാൻ പറ്റുന്ന എല്ലാ വഴികളിലൂടെയും, ചാടാൻ പറ്റുന്ന എല്ലാ മതിലുകളിലൂടെയും പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു നോക്കാം. അത് നിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്
അതിന് മറ്റൊരാൾ നല്ലതാ. നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, നമുക്കത് എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു പോയിന്റിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ കാലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇപ്പൊ മജീഷ്യൻ ആ ഗോളത്തിന്റെ ഉള്ളിൽ നിന്ന് തീയുടെ ഉള്ളിൽ പെട്ട് ഇത്തിരി ലേറ്റ് ആവുമ്പോഴല്ലേ നമുക്ക് രസം. അതെ അല്ലേ? ഇനിയിപ്പോ കത്തി അതിന്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാലും അവനതൊരു കാഴ്ചയല്ലേ, ഒരു എന്റർടൈനിങ് അല്ലേ. അതെ. അപ്പൊ നമ്മുടെ കാലിങ്ങനെ കത്തുകയാണെങ്കിലും അത് കത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ വരെ നമുക്കറിയാം കത്തിക്കൊണ്ട് തീരാണെന്ന്. ഇപ്പൊ റോക്കറ്റ് കത്തിക്കാണ് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കല്ലേ ചിരിച്ചിട്ട്. അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുള്ളൂ. ലാസ്റ്റ് സെക്കൻഡ് വരെ ആൾക്കാരെ അങ്ങനെ മുൾമുനയിലിരുത്തി നമ്മളെ തന്നെ ശ്രദ്ധിപ്പിച്ച് എൻജോയ് ചെയ്യിപ്പിച്ച് എന്റർടൈൻ ചെയ്യിപ്പിച്ച് അങ്ങോട്ട് പോകാൻ പറ്റിയ ഭാഗ്യം. ഇനിയും നമ്മൾ കുറേ നടന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, നടക്കാത്ത കാര്യങ്ങൾ പറയാം. അല്ല ശരിക്കും ഇപ്പോൾ എവിടെയാണ്, എന്തൊക്കെ ചെയ്യുന്നു ഒരു ചെറിയ കാര്യോട് പറഞ്ഞാൽ. തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കേണ്ടി ശ്രീകൃഷ്ണൻ്റെ. പിന്നെ അതേപോലെ തന്നെ അടി നാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ പടം റിലീസാവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അടി തന്നെ പകുതിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഒരു കന്നഡ പടം ചെയ്തു, സുദീപിൻ്റെ. മലയാള പടം ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്നു. സമീറും ഷൈജും പ്രൊഡ്യൂസ് ചെയ്യുന്ന, സുദീപ് ഡയറക്റ്റ് ചെയ്യുന്ന. ഇതൊക്കെയാണ് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ന് ബുധനാഴ്ചയാണ്, നാളെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച വീണ്ടും നിങ്ങളാഴ്ച കൈലാസമായിട്ടുള്ള ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രീം ബിസ്ക്കറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആണോ? അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏറ്റവും സിമ്പിളായി സന്തോഷിക്കുന്നത് ഈ ബിസ്ക്കറ്റ്സ് കഴിക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും ചെറുതായ ഒരു സന്തോഷത്തിന് അത് അന്നത്തെ ഒരു ഓർമ്മയെന്ന് ചെയ്താണ്. ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഏതാ? എനിക്ക് ആണോ? അല്ല, ഡാർക്ക് ഫാന്റസി. ഡാർക്ക് ഫാന്റസി ഇപ്പം ഇറങ്ങിയില്ലേ? ചെറുപ്പത്തിൽ കുക്കീസ് ഒന്ന് കിട്ടാൻ പ്രയാസമാണ്. കുക്കീസ് ഞാൻ അല്ലല്ല, നമ്മുടെ ബേക്കറികളുടെ മുൻവശത്ത് ഈ അവിടെ തന്നെ ഉണ്ടാക്കുന്ന കുറേ ഹൃദയത്തിന്റെ ഷേപ്പിലുള്ളതും. അതെ അല്ലേ? അത് ബേക്കറിയുടെ തന്നെ പാക്കറ്റിൽ വരാത്ത കമ്പനി അല്ലാത്ത ബിസ്ക്കറ്റ്, അവരുടെ ബോർമേൽ ഉണ്ടാക്കുന്ന ആ സാധനം വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. ഇത് കാരണം തീരില്ല അങ്ങനെ. അത് ഭരണിയിലിട്ട് വെച്ചിരിക്കും, ഒരിങ്ങനെ ഗ്ലാസിന്റെ ഭരണി, പല പല കളറിലുള്ള. അപ്പൊ നമ്മളത് ചോദിക്കും ഇങ്ങനെ, അത് അന്ന് മേടിച്ചു തരില്ല. അന്ന് അതുപോലെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ. പിന്നെ ഈ മുട്ടായി പോലെ പൊതിഞ്ഞൊരു, അതിപ്പോ മിൽമയ്ക്കുണ്ട്. മിൽമയ്ക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. മിൽമ ശരിക്കും പാല് തന്നെയാണോ? മിൽമ അധികം പശുവിനെ എവിടെ നിന്ന് കറക്കണമെന്ന് എനിക്ക് സംശയം തോന്നി. മിൽമ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, വളരെ ക്രിയേറ്റീവ് ആഡാണ്. എന്ത് സാധനം ചെയ്താലും ആഡാണ്. പാലതാണോ ചോദിക്കുന്നത്? പാലാണ്, നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ സ്വന്തം കമ്പനി. ഒരാളും പശുവിന് വളർത്തുന്നില്ല ഇവിടെ, അല്ലേ? എല്ലാവർക്കും രാവിലെ മിൽമയും വേണം, പാലും വേണം. ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളോ? ക്ഷീര കർഷകരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലേ? ആ മേഖല തകരുന്നു എന്നാണ് പറയുന്നത്. ആ മേഖല തകരുന്നു. പക്ഷെ രാവിലെ പാല് കൂടിക്കൊണ്ടിരിക്കുന്നു. മിൽമ പാല് പാക്കറ്റ് കറക്റ്റ് എടുത്തിട്ടുണ്ട്. അതിനി കൂടിയാലേ ഉള്ളൂ. അതേപോലെ ചിക്കനും ഇതൊക്കെ എവിടെ ഉണ്ടാവണം ഈ കോഴികൾ. നമ്മളാണെങ്കിൽ പിന്നെ ഈ കോഴികളായിക്കൊണ്ടിരിക്കുക, അതിനെ കൊല്ലുന്നുമില്ല. കയ്യിലിരിപ്പ് നല്ലതാക്കി. ആണുങ്ങളൊക്കെ കോഴി എന്നല്ല പറയാ, പെൺകുട്ടികളൊക്കെ പിന്നെ എന്താ പറയാ? ചിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കോഴി. ചിക്സുകളും കോഴികളും മിൽമയും അല്ലേ? ഈ കോഴി തന്നെ വേണം രാവിലെ എഴുന്നേൽപ്പിക്കുക എല്ലാവരെയും. അതിപ്പോ കുറവാണ്. കാരണം കോഴികളെ ഇല്ല, പക്ഷെ കോഴിയിറച്ചി കൂടിയിട്ടുണ്ട്. ആവശ്യത്തിന് എന്തിനും കോഴിയാണ്. കോഴി രാവിലെയും കോഴി, ഉച്ചയ്ക്കും കോഴി, വൈകിട്ടും കോഴി, അതിന്റെ ഇടയിൽ പിന്നെ ടിഫിനും കോഴി, ചിക്കൻ നഗറ്റ്സ്. അതെ. ഇപ്പൊ അതൊക്കെയാണ് സ്നാക്ക്. നമുക്ക് വേണ്ട പഴംപൊരി അല്ലേ, സമൂസയൊക്കെ ഭയങ്കര റിച്ച് ഫുഡായിരുന്നു. റൊട്ടി കിട്ടിയിരുന്നു എനിക്ക്. റൊട്ടി എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടോ? വെണ്ണ റൊട്ടി, ബണ്ണെന്ന് പറഞ്ഞാൽ ബണ്ണിന്റെ ചെറുത് ഉറപ്പുള്ളത്. ഓക്കെ, കഴിച്ചിട്ടുണ്ട്. റസ്ക് കഴിച്ചിട്ടുണ്ട്. റസ്കിന്റെ വേറെ സാധനം, കട്ടിയോ സാധനം, ബോൾ പോലെ ഇരിക്കും. അതിങ്ങനെ ചായയിലിട്ട് ഇങ്ങനെ കുതിർത്ത് അല്ലെങ്കിൽ പാലിലിട്ട് ഇങ്ങനെ കുതിർത്ത് നമ്മൾ കഴിക്കും. അത് ഈ ഒരു മരത്തിന്റെ തണ്ടിൽ 2 കൊട്ട തൂക്കിയിട്ടിട്ട് ചേട്ടനാ കൊണ്ടു നടക്കുക. അന്നത്തെ ബേക്കറിയാണ്, അന്നത്തെ ഇൻസ്റ്റമാട്ടാ അല്ലേ? വീട്ടിലേക്ക് പുള്ളി വരണ കണ്ട എടാ വാ, ഒന്നും ഇപ്രാവശ്യം ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്തും. അതും അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ. നമ്മുടെ അവിടെ അങ്ങനെ നമുക്ക് അധികാരം ഇല്ലല്ലോ. അതെ, അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് അധികാരം. വരുമക്കത്തായ അല്ലേ? തീർച്ചയായിട്ടും. ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പം ഷൈന പെട്ടെന്ന് അത് റീകളക്ട് ചെയ്ത് പോകാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാവാറുണ്ടോ? കൊച്ചുകുട്ടീനെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ. എൻ്റെ ദൈവം ഇവരൊക്കെ വലുതാവണമല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ വലുതാവണമല്ലോ എന്ന് വിചാരിക്കും. കാരണം നമുക്ക് വലുതായിട്ടുള്ള കാര്യമുള്ളൂ. അതെ, സിനിമയിൽ ഓർക്കുകയാണെങ്കിൽ സിനിമയിൽ അവനെ വലുതാവണ്ടേ?
അപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് വലുതായപ്പോ ചെറുതാവണമെന്ന്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എനിക്ക് ഞാൻ ഓരോ ദിവസവും ഓരോ വയസ്സ് കൂട്ടാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാ. അമ്മ പറയോ ഓരോരുത്തർ വയസ്സ് കുറയ്ക്കും, നീ ഓരോ ദിവസം കൂട്ടിക്കൊണ്ടിരിക്കുക. 43 ഞാൻ പറയാം, കുറച്ച് കഴിഞ്ഞാൽ 44 പറയും. കാരണം ഈ 41, 42, 43 ഭയങ്കര ബോറിങ്. പിന്നെ 50 പിന്നെ ഒരു ചേഞ്ച്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് 50 ആവുമല്ലോ. 50 ആയിട്ട് എന്ത് ചെയ്യണേ? 50 ആയി കഴിഞ്ഞാൽ പിന്നെ ഷുഗർ ഡാഡി ആവാം. അതിൻ്റെ ഇടയിൽ ഒരു ആവശ്യമില്ലാത്ത കുറവ് വയസ്സ്. അല്ല, കറക്റ്റ് ടാർഗറ്റിലാണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ യാ, അപ്പോൾ 60 ഷുഗർ ഗ്രാൻഡ് ഡാഡി. ഒരു ബിസ്ക്കറ്റ് കൂടി വേണോ? വേണ്ട. അപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുക, ഏറ്റവും ഗംഭീരമാക്കുക. ഇനിയും മഹാറാണിക്ക് ശേഷം നമ്മൾ മരണേഷ് നമുക്ക് ഈ വർഷം 2026 പുതിയ സിനിമ ചെയ്യാൻ പറ്റട്ടെ ഒരുമിച്ച്. അനുരാഗ വിലോചന. ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് പറയുമ്പോൾ അത് ഒരാൾക്കും പറ്റില്ല. അത് ഒരു വിഷയമാണ്, ആഗ്രഹമാണ്, ആഗ്രഹിക്കാനും പാടില്ല നമ്മൾ. അപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുമ്പോൾ സങ്കടം ഉണ്ടാവും, ഏറ്റവും സങ്കടമാകുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലിരിക്കുക എന്നുള്ളതാണ്. അതാണ് അത് നമ്മൾ വിചാരിക്കില്ല ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ജീവിതത്തിൽ. അതാണ് ഏറ്റവും സമാധാനം. ഇപ്പോൾ റിഹാബിലൊക്കെ പോയതിനു ശേഷം നമ്മൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പുറമേക്ക് കേൾക്കുമ്പോൾ നമ്മളെല്ലാം നിർത്തി പുതിയൊരാളായി. പുതിയൊരാളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ജനിക്കേണ്ടി വരും ആക്ച്വലി. ഇപ്പോൾ ഒരു ചായയോ കാപ്പിയോ അഡിക്ഷൻ നിർത്താൻ തന്നെ നമുക്ക് എന്തോരം പാടാം അല്ലേ? നമ്മളിപ്പോൾ ഇറച്ചി മാംസം വർജിക്കുക എന്ന് പറയണം 40 ദിവസം മലയ്ക്ക് പോകുന്നവര്. ഇപ്പോൾ 50 ദിവസം ഈസ്റ്റർ നോയമ്പ്, അല്ലെങ്കിൽ 25 ദിവസം ക്രിസ്മസ് നോയമ്പ്. അത് എന്തൊരു ബുദ്ധിമുട്ടെടുക്കാൻ അല്ലേ? അതിൻ്റെ ഇടയിൽ എത്ര ടെംപ്റ്റേഷൻ വരും? അതിനേക്കാൾ കൂടുതൽ ടെംപ്റ്റേഷൻ വരും ആക്ച്വലി ഈ അഡിക്ഷന് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് നിർത്തുന്ന സമയത്ത്. അപ്പോൾ അത് അത്ര സുഖകരമായ ദിവസങ്ങളും സുഖകരമായ ഒരു പരിപാടിയും അല്ല. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും തുടങ്ങി, വീണ്ടും അടിച്ചു തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഈ പറയുന്നവരൊരു സാധനം നിർത്തി കാണിക്കണം. അത് ഒരൊറ്റ സ്റ്റെപ്പിലൂടെ കൂടി നിർത്തുന്നതോ നിർത്താൻ പറ്റുന്നതോ ആയിട്ടോ ഒന്നുമല്ല. കാരണം ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുത്, അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കരുത്, ഉപ്പ് ഉപയോഗിക്കരുത്. നാളെ മുതൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ പറ്റും? വളരെ പ്രയാസമായ കാര്യമാണ്. അതിനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളോളം, നമ്മുടെ അപ്പനോളം അമ്മയോളം അതിനേക്കാൾ മുതിർന്ന് നമ്മൾ എല്ലായിടത്തേക്ക് എത്തുകയും നമുക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് അത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നിർത്തുന്നവരെയോ അതിന് ട്രൈ ചെയ്യുന്നവരെയോ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഉപദേശിച്ച് കണ്ടു ശരിയാക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. അത് അങ്ങനെ ഒരു തോന്നലുണ്ടാവുക എന്ന് പറയണതല്ല. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവൻ വീണ്ടും തുടങ്ങി, അത് അങ്ങനെയാണ്. പിന്നെ ആക്ച്വലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതടിക്കുന്നത് കൊണ്ടോ ഇതടിക്കാത്തത് കൊണ്ടോ ചെയ്യുന്നതല്ല. നമ്മളത് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാനൊരു ആക്ടറല്ലേ, എനിക്ക് ഇനി എന്ത് വലിയ സാധനം അടിച്ചാലും എന്ന് പറഞ്ഞിരിക്കാം. ഇനിയിപ്പോൾ എന്ത് സാധനം അടിച്ചാലും ഓക്കെ എന്ന് പറ, കാര്യം പറ, നമുക്ക് അങ്ങനെയാവാം. ഇത് അടിക്കുന്നതുകൊണ്ടും അടിക്കാത്തതുകൊണ്ടും അല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും നമുക്ക് അതാണ് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഓണായിട്ടിരിക്കുന്നത്. ഈ ഓണായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ഓണം എന്ന് പറയുന്ന വാക്കനെ ഉണ്ടായിട്ടുള്ള എനിക്ക് ഓണം എന്താണ്? സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സമയം. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഒരാളിൽ അത്രയും ഓണായിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് മാത്രമല്ല, ഒരു സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടും മറ്റൊരാളെ ആനന്ദിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, ശ്രദ്ധിപ്പിക്കുക, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അതിന് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം, നമുക്കറിയാം. തീർച്ചയായിട്ടും. അപ്പം നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അതാണ് ഏറ്റവും വലിയ അഡിക്ഷൻ. അല്ലെങ്കിൽ ഒരു ആക്ടർ ഉണ്ടാവില്ലല്ലോ. അതെ, ഒരാൾ ജനിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ഒരാൾ ജനിക്കുന്നത് എന്തിനാ? വളരുന്ന എന്തിനാ? വസ്ത്രം ധരിക്കുന്ന എന്തിനാ? പുറത്തിറങ്ങി നടക്കുന്ന എന്തിനാ? ഒരു സംഭവത്തിൽ ഏർപ്പെടുന്ന എന്തിനാ? വിജയിക്കാൻ ട്രൈ ചെയ്യുന്ന എന്തിനാ? വിജയിക്കുന്ന എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. അല്ലെങ്കിൽ ആ സ്പേമോ പോലും ആവാതെ അങ്ങ് ആ അവസ്ഥയിലിരിക്കാം അല്ലേ?
അപ്പോൾ നമ്മൾ ഭൂമിയിൽ അവതരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളെ കാണിക്കാനും മറ്റൊരാളെ ശ്രദ്ധ പിടിച്ചു പറ്റാനും, അതുമാത്രമല്ല നമുക്ക് കൊണ്ടുപോകാനും ഇവിടെ സംതൃപ്തിപ്പെടാനും ഉള്ളൂ, പ്രത്യേകിച്ച് ആക്ടേഴ്സിന്. യെസ്, ആ ഷോ ഓഫ് എപ്പോഴും ആക്ടേഴ്സ് ചെയ്യേണ്ടതാണ്. ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഫെയ്ഡ് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഷൈൻ പറഞ്ഞതിലൊരു വലിയ പോയിൻ്റാണത്. അതായത് പലപ്പോഴും ചില കാര്യങ്ങൾക്ക്, ചില മാറ്റങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ, ചില കാര്യങ്ങളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ പറ്റുമെങ്കിൽ അതിൽ മറ്റുള്ളവർ കമൻറ്റുകൾ കുറയ്ക്കുക. കമൻറ്റുകൾ പറയാം, അവർക്ക് പറയാം. അത് അവരുടെ ആ സമയത്ത് ഒരു നേരം പോക്ക്. നമ്മൾ അതിലധികം വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ യാത്രകൾ തുടരുക, യാത്രകൾ തുടരുക, നടന്നും ഇരുന്നും ഓടിച്ചും. അതാണ്. ഓക്കെ.